ചെമ്പരുത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ. രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. പക്ഷെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ചെമ്പരുത്തി കണ്ടാൽ ഒന്ന് കുശലം പറയാതെ 2 പൂവ് ഇറുക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ചെമ്പരുത്തി പൂവൊക്കെ സംഘടിപ്പിച്ച് ഞാനെന്താ നടത്തം മതിയാക്കി. കാരണം മഴ വരുന്നുണ്ട്. എന്താ ചെവിയിലൊക്കെ പൂ വെച്ചിട്ടുണ്ടല്ലോ, വട്ടായെന്നല്ലേ? വട്ടായതല്ല, ചെമ്പരുത്തിയുടെ മഹത്തറിഞ്ഞ ശരിക്കും നമ്മൾ ഭ്രാന്തമായിട്ട് ചെമ്പരുത്തിയെ സ്നേഹിക്കും. ഇതിൻ്റെ ഗുണവും മഹത്വമൊക്കെ ഞാൻ വീട്ടിൽ ഇട്ടിട്ട് പറഞ്ഞുതരാം കേട്ടോ. ചെമ്പരത്തി ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. വല്ല പ്രാണിയും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചെമ്പരത്തിപ്പൂവ് നന്നായിട്ട് അടിച്ചെടുത്തു. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഹണി ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോണത് ചെറുനാരങ്ങ നീരാണ്. ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ മതി, ഒത്തിരി വലുതൊന്നും വേണ്ട. കാരണം നമുക്ക് അത്രയല്ലേ ജ്യൂസ് ഉള്ളൂ. അപ്പോൾ പാകത്തിന് നിങ്ങളൊരു ടേസ്റ്റിന് ചെറുനാരങ്ങ നീര് ഒഴിച്ചു. ഇനി ഇതെന്തിനാണ് ഞാൻ കഴിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. സത്യത്തിൽ പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ വരദാനങ്ങളിലൊന്നാണ് ഈ ചെമ്പരത്തി എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ എത്ര സുലഭമായിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഗുണം അറിയാമെങ്കിൽ പോലും നമ്മളെടുത്ത് ഉപയോഗിക്കാറില്ല. അപ്പം ഞാനിത് ജ്യൂസ് അടിച്ചതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ, ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ പുതിന ഇലയൊക്കെ ചേർത്ത് ഇഞ്ചിയൊക്കെ ചേർത്ത് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കിത് ഉണ്ടാക്കി കുടിക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. വൈറ്റമിൻ സി, കാൽസ്യം, ഫോസ്ഫറസ്, തയാമിന് എന്ന് വേണ്ട നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതുപോലൊരു പാനീയം വേറെയല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ജ്യൂസ് അടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ 2 or 3 ഇതിലിട്ടിട്ട് ചായ ആക്കിയിട്ട് കുടിക്കുക കേട്ടോ. ഹാർട്ടിന് പ്രശ്നമുള്ളവരോടൊക്കെ ഞാൻ നിർബന്ധമായിട്ട് ഇത് കഴിക്കാൻ പറയും. കാരണം രക്തധമനികളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കരളിലടങ്ങിയ കൊഴുപ്പ്, പിന്നെ BP കുറയ്ക്കും, പ്രമേഹം കുറയ്ക്കും എന്ന് വേണ്ട നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളൊക്കെ ഇതിനോട് കുറയുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ കൊളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊളാജൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് ഫേസിലൊക്കെ റിങ്കിൾസ് വരിക. അപ്പോൾ ഇത് കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ ഇതുപോലെ നല്ലൊരു ജ്യൂസ് വേറെ ഇല്ല. പിന്നെ നമ്മുടെ മുഖക്കുരു ഇല്ലായ്മ ചെയ്യും, മുഖത്തുണ്ടാകുന്ന വീക്കങ്ങൾ, ബ്ലഡ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല, ഇനിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങളുള്ളതാണ് ഈ ജ്യൂസ്. ഇനിയിപ്പം ജയിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കുടിച്ചാൽ BP കുറയും, കൊളസ്ട്രോൾ കുറയും. അപ്പോൾ ഇതിനൊന്നും ഇനി മെഡിസിൻ എടുക്കേണ്ടെന്നല്ല, നമുക്ക് പ്രകൃതി നൽകി ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ മറ്റു പാനീയങ്ങളൊക്കെ കുടിക്കുന്നില്ലേ, അല്ലെ ആഹാരം കഴിക്കുന്നില്ലേ, അതുപോലെ ഉപയോഗിച്ചാൽ നമുക്ക് ബെനിഫിറ്റാണ്. മാത്രമല്ല ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ത്വക്ക് ക്യാൻസർ തടയുന്നുണ്ട്. അതിൻ്റെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ദിവ്യ ഔഷധം നമ്മൾ ഉപയോഗിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇത് കുടിച്ചാൽ നല്ല കളറൊക്കെ വന്ന് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. അപ്പോൾ എല്ലാവരും നല്ല സുന്ദരന്മാരും സുന്ദരിമാരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ലവ് യു ഓൾ. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.